നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളുടെ പേഴ്സൺ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് നോ കോണ്ടാക്റ്റിലാണ്, പക്ഷേ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ടില്ല. എന്തുകൊണ്ടാണ് നോ കോണ്ടാക്റ്റിൽ പോയിരിക്കുന്നത് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോൾ തൽക്കാലം നിങ്ങളായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. അപ്പോൾ ഈ പേഴ്സൺ ഈ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നത് കൊണ്ട് ഈ പേഴ്സൺ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ ഇപ്പോഴത്തെ എനർജി നോക്കും, ഇപ്പോൾ എന്താണ് അവരുടെ സിറ്റുവേഷൻ നോക്കും, അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കും, പിന്നെ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നത് കൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അത് നോക്കും, പിന്നെ അവരെന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്. ഇത് അവരുടെ ഓവറോൾ എനർജിയാണ് ഇപ്പോഴത്തെ. ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. പിന്നെ പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്താൽ നമുക്ക് പേഴ്സണൽ റീഡിംഗ് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അല്ലേ. ആദ്യം നമുക്ക് ഓറക്കിൾ മെസ്സേജ് എടുക്കണം. അതിനു മുമ്പ് ഈ രണ്ട് കാർഡ് നമുക്ക് മാറ്റാം. ഓക്കെ, ഇതാണ് ആദ്യത്തെ കാർഡ് എടുത്തവരുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി. നമുക്ക് ആദ്യം ഒരു ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭവാനി, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ്, ഈ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഓറക്കിൾ മെസ്സേജാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഒരു കാർഡും അല്ല, ഇതാണ് മറന്നേക്കുന്നത്. അപ്പോൾ ഇത് ഭസ്മാസുർ എന്ന് പറഞ്ഞൊരു കാർഡാണ്. മിസ്യൂസ് ഓഫ് പവർ. നമ്മൾക്ക് പവർ, നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന പവർ നമ്മൾ അത് മിസ്യൂസ് ചെയ്യും, നല്ല കാര്യത്തിന് യൂസ് ചെയ്യുന്നില്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ അത് നമ്മൾ കുറച്ച് സെൽഫിഷ് ആയിട്ടാണ് പെരുമാറുന്നത്, അതുപോലെ തന്നെ കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട് എന്നൊരു കൂടെ പറയുന്നുണ്ട് ഓറക്കിൾ മെസ്സേജ്. നിങ്ങളുടെ ഇതാണ് സിറ്റുവേഷനാണ് കേട്ടോ. അപ്പോൾ ഈ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? ഫൂളാണ്. ഈ പേഴ്സൺ ഫൂൾ എന്ന് പറയുമ്പോൾ നിങ്ങളെ ഫൂളാക്കുന്നതാവാം, ഈ പേഴ്സൺ സ്വയം ഫൂളായിട്ട് പെരുമാറുന്നതാവാം. ഈ ഫൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് രാജാക്കന്മാരുടെ അടുത്ത് ഫൂൾ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ജോക്കർ എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതിബുദ്ധിമാന്മാരായ ആളുകളാണ് ഈ ഫൂൾസ് ആയിട്ട് അവിടെ നിൽക്കുന്നത്. മാജിക് കാണിക്കും, അവർ ആൾക്കാരെ രസിപ്പിക്കും. അതുപോലെ നമ്മളുടെ തെന്നാലി രാമനൊക്കെ ഇല്ലേ, അതുപോലെ അത് കോഡ് ജസ്റ്റർ എന്ന് പറയും നമ്മൾ. അപ്പോൾ ഭയങ്കര ബുദ്ധിയുള്ള ആളുകളാണ്, പക്ഷെ തമാശ രൂപേണ കാര്യങ്ങൾ പറഞ്ഞ് വളരെ സട്ടിലായിട്ട് പെരുമാറുന്ന, തമാശ രൂപേണ കാര്യങ്ങൾ പറയുന്ന ആളുകളാണ് അതിബുദ്ധിമാന്മാരായ ആളുകൾ. അതാണ് ആ ഫൂളും. അതുപോലെ തന്നെ വേറൊരു അർത്ഥം പറഞ്ഞാൽ ഒരാളെ മറ്റേ ആളെ നമ്മൾ ഫൂളാക്കുന്നതാണെന്നും പറയും. അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് ഫൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു എനർജി പോലെയാണ്. മനസ്സിലായോ? എടുത്തു ചാടുക, കാര്യങ്ങളിലേക്ക് റിസ്ക് എടുക്കുക, ഇറങ്ങി അങ്ങ് പുറപ്പെടുക, മറ്റുള്ളവർ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല, ന്യൂ ബിഗിനിങ്സ് അങ്ങനെയൊക്കെ കാണിക്കും. അപ്പോൾ അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആയിട്ട് കാണിക്കുന്നത്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ആക്ച്വലി ഈ പേഴ്സൻ്റെ എനർജി എന്താണ്? ഇത് അക്വേറിയസ് സോഡിയാക് സൈൻ ആണ്. ഈ പേഴ്സൺ വളരെ കെയർലെസ് ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നതെന്നും പറയാം കേട്ടോ. ഒരു റിസ്ക് എടുക്കാനുള്ള തയ്യാറെടുപ്പ് പോലെയുണ്ട് കാണിക്കുന്നത്. ഫ്രണ്ട്സ് എല്ലാം ഈ പേഴ്സണെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്, നടക്കുന്നില്ല. ഈ ആ പേഴ്സൻ്റെ പാസ്റ്റിലേക്ക് തിരിച്ചു പോകാനാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഹേർമിറ്റ് എന്ന് പറഞ്ഞാൽ സന്യാസിമാരെന്ന് ഒരു ഇത് വരും. എന്ന് വെച്ചാൽ താടിയൊക്കെ നല്ലോണം, വെളുത്ത താടിയൊക്കെ നീട്ടി വളർത്തി ജ്ഞാനികളാണ്. താടി പ്രായത്തിൻ്റെ ഇതാണ്, അപ്പോൾ വെളുത്ത താടിയായിരിക്കും. അപ്പോൾ ജ്ഞാനികളാണ്, വിവരങ്ങളുള്ള, എക്സ്പീരിയൻസ് കൊണ്ട് വിവരം ഉള്ള ആളുകളാണ് അവർ. അപ്പോൾ വെളിച്ചം പകരുന്നവരാണ് ഇവർ. എന്ന് വെച്ചാൽ അറിവ് മറ്റുള്ളവരിലേക്ക് പകരുന്നവരാണ്.
പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ ഇങ്ങനെയുള്ളവർ ആൾക്കാരെ തേടിപ്പോവുക, ശിഷ്യന്മാരെ തേടിപ്പോവുക അങ്ങനെയല്ല. അവർ സമാധാനപ്രിയരാണ്. അപ്പോൾ അവർ ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കുകയുള്ളൂ. മനസ്സിലായോ? വാഗ്വാദങ്ങളിലൊന്നും ഏർപ്പെടില്ല. വളരെ ഒതുങ്ങി ഒരു സ്ഥലത്ത് ആരും കാണാതെ പോയിരിക്കുന്നവരാണ്. എപ്പോഴും ധ്യാനത്തിലിരിക്കുന്ന ആളുകൾ, എപ്പോഴും നേച്ചറായിട്ട് കണക്ട് ചെയ്യുന്നവരൊക്കെയാണ് ഹെർമിറ്റ് എന്ന് പറയുന്നത്. അവർ മലകളിലും കാടുകളിലൊക്കെ ജീവിക്കുന്ന ആളുകളാണ്. വെളിച്ചം പകരുന്ന ആളുകളാണ് ഇവർ. അപ്പോൾ ഈ പേഴ്സൺ പാസ്റ്റിലേക്ക് തിരിച്ചു പോകാൻ ഒരു ഉൾവിളി ഉണ്ടായതുപോലെ പേഴ്സണ് തിരിച്ച് ആ പേഴ്സണിൻ്റെ പാസ്റ്റിലേക്ക് പോകാൻ. അപ്പോൾ ഒരിക്കലും ഈ പേഴ്സൺ ആ പേഴ്സണിൻ്റെ പാസ്റ്റ് കൈവിട്ടിട്ടില്ല. ചിലപ്പോൾ ഒരു എക്സ് ആയിരിക്കും, ആ പേഴ്സണെ കൈവിട്ടിട്ടില്ല, ആ സിറ്റുവേഷനിൽ ഇപ്പോഴും സ്റ്റക്കാണ്. അപ്പോൾ അതിലൊരു തീരുമാനമാകുന്നത് വരെ ഒരു ആക്ഷനും എടുക്കുന്നില്ല. അതല്ലെങ്കിൽ ഒരു അങ്ങോട്ട് തിരിച്ചു പോകാനുള്ള ഒരു ആഗ്രഹവും ഈ പേഴ്സൻ്റെ ഉള്ളിലുണ്ടെന്നാണ് കാണിക്കുന്നത് കേട്ടോ. വെർഗോവും അക്വാരിയസും ആണത്. ഇനി നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. ഇവരെന്തുകൊണ്ടാണ് നിങ്ങളുമായിട്ട് നോ കോൺടാക്റ്റിലിരിക്കുന്നത്? എന്താണ് ഇവരുടെ ഉദ്ദേശം? അതാണ് നമ്മളുടെ ചോദ്യം. അപ്പോൾ ഇവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഭവാനി, ഇവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഒരു ടോക്സിക് സിറ്റുവേഷൻ ആണ്. പിന്നെയും ഈ ഫൂള് വന്നേക്കുന്നുണ്ടോ? ഈ ഡെവൽ എനർജിയുടെ അടുത്തേക്ക് തിരിച്ചു പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. എവിടെ നിന്ന്? അവർക്ക് വളരെയധികം സ്നേഹം കൊടുക്കുന്ന, അവർക്ക് പണം കൊടുക്കുന്ന, പുതിയ ഓഫർ കൊടുത്ത ഒരാളിൽ നിന്ന് അവർ തിരിച്ച് അവരുടെ പാസ്റ്റിലേക്ക് പോകുന്നു. ഈ പാസ്റ്റിലുള്ള എനർജി ഡെവലിഷ് എനർജിയാണ്. ഒബ്സസ്ഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ പാസ്റ്റിലെ എനർജിയുമായിട്ട്. പാസ്റ്റിലെ എനർജി ഡെവലാണ്. ഒബ്സഷൻസ് ഉണ്ട്, അഡിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ എന്ന് പറയും. എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നാശമാണ് ഉണ്ടാവാൻ പോകുന്നത്. പക്ഷേ നമ്മൾ ചില സമയത്ത് മിന്നുന്ന കാര്യങ്ങളിൽ നമുക്ക് അങ്ങോട്ട് അട്രാക്ഷൻ കൂടുതലായിരിക്കും നെഗറ്റീവ് സൈഡിലേക്ക്. അപ്പം നമ്മൾക്കത് ദോഷമാണ് വരുത്താൻ പോകുന്നതെന്ന് അറിഞ്ഞിട്ടും ഈ പേഴ്സൺ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകാനാണ് ആഗ്രഹിക്കുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ നിങ്ങൾ എത്രയൊക്കെ സ്നേഹം കൊടുത്താലും, നിങ്ങൾ എത്രയൊക്കെ ഈ പേഴ്സണെ പിന്തിരിപ്പിക്കാൻ നോക്കിയാലും, നിങ്ങൾ പണം കൊടുത്ത് ഈ പേഴ്സണെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നടക്കില്ല. ഈ പേഴ്സൺ അങ്ങോട്ട് തന്നെയാണ് ഈ പേഴ്സൻ്റെ ചായ്വ്. എനിക്ക് പരിചയമുള്ള ആള്, അപ്പോൾ അവളുടെ ഭർത്താവിന് തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ തേർഡ് പാർട്ടി കണക്ഷൻ ഇവള് കണ്ടുപിടിച്ചപ്പോൾ അയാൾ തിരിച്ചു പോകാതിരിക്കാൻ, തേർഡ് പാർട്ടി അയാളുടെ എക്സ് ആയിരുന്നു, തിരിച്ചു പോകാതിരിക്കാൻ ഇവളുടെ സ്വത്തിൻ്റെ പാതി ഇഷ്ടദാനം കൊടുത്തു. മനസ്സിലായോ? അതുപോലത്തെ ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. എന്നിട്ട് ഇപ്പോൾ അയാൾ പോയി, ഇപ്പോൾ അവൾ അതിനു വേണ്ടി കേസ് നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇഷ്ടദാനം കൊടുത്ത കാര്യങ്ങൾ തിരിച്ചു കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു സ്ട്രഗിളിലാണ് അവൾ. അപ്പോൾ ആ ഒരു എനർജിയാണ് ഇവിടെ. വളരെയധികം നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് ഇയാളെ. നിങ്ങൾ നിങ്ങളുടെ സ്വത്ത് മുഴുവൻ ഇയാളുടെ പേർക്ക് എഴുതി വെക്കാൻ പോലും തയ്യാറാണ്. അത് നിങ്ങൾ ഇയാളോട് പറഞ്ഞിട്ടുമുണ്ട്. മനസ്സിലായി? എന്നിട്ടും ഇയാൾ അങ്ങോട്ട് പോകാനാണ് ഇയാൾ ആഗ്രഹിക്കുന്നത്. തേർഡ് പാർട്ടി എക്സിൻ്റെ അടുത്തേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. എക്സിൻ്റെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഭയങ്കര ടോക്സിക് ആയിരുന്നു. മനസ്സിലായി? എന്നിട്ടും അയാൾ അങ്ങോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ കാപ്രിക്കോൺ ഉണ്ട്, അക്വാരിയസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇനി നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളോട് ഈ പേഴ്സണ് ഇപ്പോഴുള്ള ട്രൂ ഫീലിങ്സ് എന്താണ്? ഫോർ ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ് കാണിക്കുന്നത്. നിങ്ങളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ ഹാപ്പിയുമല്ല അൺഹാപ്പിയുമല്ല. മനസ്സിലാവുണ്ടോ? അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അർത്ഥം ഒരിക്കലും ഈ പേഴ്സൺ നിങ്ങളുടേതേ ആയിട്ടില്ല. മനസ്സിലായി? നിങ്ങളുടേത് ആയേയില്ല ഒരിക്കലും. ഈ പേഴ്സൺ പാസ്റ്റിലാണ്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ ഇഷ്ടമാണെന്ന് അങ്ങോട്ട് പറയുകയാണോ ചെയ്തത്? അതോ ഒരു തരം അണ്ടർസ്റ്റാൻഡിങ്, നിങ്ങളും ഏകദേശം ഒരേ പ്രശ്നത്തിലുള്ള ആളായതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും
ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളുമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കിയിട്ടില്ല. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ റിലേഷൻഷിപ്പ്, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പോയാൽ പോലും ഇത് ഡെത്താണ് കാണിക്കുന്നത്. ഇതൊരു അവസാനിച്ചാൽ പോലും ഈ പേഴ്സൺ ആക്ഷൻ ഒന്നും എടുക്കില്ല. മനസ്സിലായി? കാരണം ഈ പേഴ്സൺ പാസ്റ്റിനോട് സ്റ്റക്കാണ്. നിങ്ങളുമായിട്ട് ഒരു കണക്ഷനും ഈ പേഴ്സൺ ഇല്ല. നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് ടൈം പാസ് ഉണ്ട്, നിങ്ങളുമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ലൈഫ്. പക്ഷേ നിങ്ങളെക്കാൾ കൂടുതലും പാസ്റ്റിലായിട്ടാണ് ഈ പേഴ്സൺ ഒബ്സെഷൻ ആയിട്ടിരിക്കുന്നത്. 2 ഓഫ് കപ്സ്. 2 ഓഫ് കപ്സും നിങ്ങൾക്ക് ഈ പേഴ്സൺ അറിയാം, നിങ്ങൾക്ക് ഈ പേഴ്സണെ ഭയങ്കര ഇഷ്ടമാണ്. 2 ഓഫ് കപ്സ്. അപ്പോൾ പക്ഷേ ഈ പേഴ്സൺ 7 ഓഫ് സ്വേർഡ്സ് എനർജിയിലാണ്. 7 ഓഫ് സ്വേർഡ്സ് എനർജി എന്ന് പറഞ്ഞാൽ കുറച്ച് കണ്ണിങ്. അപ്പോൾ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായപ്പോഴും, നിങ്ങളുമായിട്ട് ഈ പേഴ്സൺ ഹാപ്പി ആണെന്ന് നിങ്ങളോട് കാണിക്കുമ്പോഴും ഈ പേഴ്സൺ തേർഡ് പാർട്ടിയായിട്ട് കണക്ഷൻ വെക്കുന്നുണ്ടായിരുന്നു, ഇപ്പോഴും വെക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റ് ആണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ വെയിറ്റിംഗ് ആണ്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇന്നോ നാളെയോ പോകുമെന്ന് ഈ പേഴ്സൺ അറിയാം. അപ്പോൾ ഈ പേഴ്സൺ വെയിറ്റിങ്ങിലാണ് ഈ റിലേഷൻഷിപ്പ് അവസാനിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളായിട്ട് ഇത് ഉപേക്ഷിക്കണം, അതാണ് ഈ പേഴ്സൻ്റെ ഉദ്ദേശം. ഈ പേഴ്സണായിട്ട് ഉപേക്ഷിക്കില്ല. അപ്പോൾ ഈ പേഴ്സൺ ഗിൽറ്റി ആവും. നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ പണം മിസ്യൂസ് ചെയ്തതിന് ഈ പേഴ്സൺ ഗിൽറ്റി ആവും. അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് ഈ പേഴ്സണെ ഉപേക്ഷിക്കണമെന്ന് വിചാരിക്കുമ്പോൾ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നത് തന്നെ നിങ്ങൾ ഒഴിഞ്ഞു പോകും എന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു. നമുക്കത് ചോദിക്കാം. എന്തായാലും ഇതാണ് എക്സ്പെക്റ്റേഷൻ. നിങ്ങൾ തന്നെ ഒഴിഞ്ഞു പോകുമെന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹം ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളോട് സ്നേഹം അഭിനയിക്കുമ്പോഴും തേർഡ് പാർട്ടിയായിട്ട് ഈ പേഴ്സൺ റിലേഷൻഷിപ്പ് വെക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ജെമിനായി ഉണ്ട്, സ്കോർപിയോ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ. ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വരുന്നില്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് ഈഗോ ഉള്ള ആളാണ്, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ പണം കൊടുക്കാൻ പോകുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്കൊരു ലിമിറ്റ് ഉണ്ടെന്ന് ഈ പേഴ്സൺ അറിയാം. അപ്പോൾ ഇങ്ങനെ നോ കോണ്ടാക്റ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകും. മനസ്സിലാവുണ്ടോ? കാരണം നിങ്ങൾക്ക് ക്ഷമ കുറവാണ്. സ്നേഹമുണ്ട്, എല്ലാമുണ്ട്, ഫ്യൂച്ചർ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു ലിമിറ്റ് വെക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളോട് ഇത് നോ കോണ്ടാക്റ്റ് ഇരിക്കുകയാണ്. നോ കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തപ്പോൾ നിങ്ങൾ പല വഴിയും നോക്കും ഈ പേഴ്സണെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാതെ വരുമ്പോൾ ഈ പേഴ്സണിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോകും. അതാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. അപ്പോൾ ഞാനത് കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മേനെ ക്ലാരിഫൈ ചെയ്യുമ്പോൾ ഈ പേഴ്സൺ സ്റ്റാർ, അത് ഹോപ്പ് ആൻഡ് ഡിസയറും കാണിക്കുന്നുണ്ട്, ഒരു റീകൺസിലിയേഷനും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ തേർഡ് പാർട്ടി ആയിട്ടുള്ള കണക്ഷൻ നിങ്ങളോട് നോ കോണ്ടാക്റ്റിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഒഴിഞ്ഞു പോകും എന്ന് ഈ പേഴ്സൺ അറിയാം. അതേസമയം നിങ്ങളോട് നോ കോണ്ടാക്റ്റിൽ ഇരുന്നിട്ട് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഡിസ്ട്രാക്ഷൻ ഇല്ല, നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ട. അപ്പോൾ ഈ പേഴ്സൻ്റെ ഫുൾ സമയവും തേർഡ് പാർട്ടിയുമായിട്ടുള്ള റീകൺസിലിയേഷന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിയായിട്ട് റീകൺസൈൽ ചെയ്തതാണ് ഈ പേഴ്സൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഹാപ്പിനെസ്. മനസ്സിലാവുണ്ടോ? 10 ഓഫ് കപ്സ് ആണ്. ആ പേഴ്സണ് തേർഡ് പാർട്ടിയായിട്ട് എപ്പോഴും ഒരു കണക്ഷൻ വേണം, അതാണ് ആ പേഴ്സൻ്റെ ഹാപ്പിനെസ്. വളരെ സ്ലോ ആയിട്ടാണ് ഇവിടെ പ്രോഗ്രസ് ഉണ്ടാവുന്നത് തേർഡ് പാർട്ടി ആയിട്ടുള്ള കണക്ഷനിൽ. അപ്പോൾ നിങ്ങളിൽ നിന്ന് ഈ പേഴ്സൺ മൂവ് ഓൺ ചെയ്യും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സമയം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒഴിഞ്ഞു പോയാലും ഈ പേഴ്സണ് ഒരു പ്രശ്നവും ഇല്ല, നിങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇവിടെ അക്വേറിയസ് ഉണ്ട്, വേറെ സോഡിയാക് സൈൻ ഒന്നും സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നില്ല. എന്ത് ആക്ഷനാണ് ഈ പേഴ്സൺ എടുക്കുക? നെക്സ്റ്റ് ഈ പേഴ്സൺ എന്ത് ആക്ഷനാണ് എടുക്കുക? ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ഈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ 10 ഓഫ് കപ്സ്. ഈ പേഴ്സൺ തേർഡ് പാർട്ടി, ഈ 10 ഓഫ് കപ്സ് നമ്മളിവിടെ കണ്ടില്ല, ഇത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് ആക്ഷൻ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. നിങ്ങളോട് ഒരു ആക്ഷനും ഈ പേഴ്സൺ എടുക്കാൻ പോകുന്നില്ല. നോ കോണ്ടാക്റ്റിൽ ഇരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ഒഴിഞ്ഞു പൊക്കോളും എന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യുമായിരിക്കാം. എന്തായാലും സ്ട്രെസ് ഉണ്ട് ഈ പേഴ്സണ്. തേർഡ് പാർട്ടിയുടെ കാര്യം ഓർത്തുള്ള സ്ട്രെസ്സാണ്. തേർഡ് പാർട്ടിയാണ് പ്രയോറിറ്റി. തേർഡ് പാർട്ടിയെയാണ് ഇപ്പോൾ പേഴ്സൺ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. ലവേഴ്സാണ്, അവർ പണ്ട് ലവർ ആയിരുന്നു, പിന്നെ അത് നോ കോണ്ടാക്റ്റിലേക്ക്, പിന്നെ അത് പ്രശ്നത്തിലേക്ക് പോയപ്പോൾ 4 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫൈറ്റാണ് ഇവർ തമ്മിൽ. അപ്പോൾ ഫൈറ്റിംഗ് കഴിഞ്ഞപ്പോൾ അതിനിടയിൽ ഒരു റെസ്റ്റ് എടുത്ത് നെക്സ്റ്റ് സിറ്റുവേഷൻ പ്ലാൻ ചെയ്യുകയാണ് ഈ പേഴ്സൺ.
ഈ പേഴ്സണ് തേർഡ് പാർട്ടി ഇല്ലാണ്ട് പറ്റില്ല. പാസ്റ്റ് എക്സ്, തേർഡ് പാർട്ടി എന്നല്ല, എക്സ് ഇല്ലാണ്ട് ഈ പേഴ്സണ് പറ്റില്ല. അപ്പോൾ എക്സിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിൽ നിന്ന് അകന്ന് നിങ്ങളോട് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഇരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് തേർഡ് പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. രണ്ടാമത്തത്, നിങ്ങൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുമെന്ന് ഈ പേഴ്സൺ പ്രത്യാശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് വന്നിട്ട് സോറി റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യില്ല, അതുകൊണ്ട് നമുക്കിത് കണ്ടിന്യൂ ചെയ്യണ്ട എന്ന് പറയേണ്ട ഒരു സിറ്റുവേഷൻ ഒഴിവായി കിട്ടും. അതുകൊണ്ടാണ് പേഴ്സൺ, അതുപോലെ ഗിൽറ്റി കോൺഷ്യസ് ആവും പേഴ്സൺ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ തന്നെ ഒഴിഞ്ഞു പൊക്കോട്ടെ എന്ന് പേഴ്സൺ വിചാരിക്കുന്നത്. ഇവിടെ ജെമിനായി ഉണ്ട്, പിന്നെ ബാക്കി സോഡിയാക് സൈൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇതാണ്, നിങ്ങളിത് ഒഴിവാക്കി മുമ്പോട്ട് പോകുന്നതാണ് നല്ലത്. ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളെ സ്നേഹിച്ചിരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടേതാകണം എന്ന് ആഗ്രഹിച്ചിരുന്നില്ല. താൽക്കാലികമായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു നിങ്ങൾ തമ്മിൽ. ഒരിക്കലും എക്സിനെ ഈ പേഴ്സൺ മറന്നിട്ടില്ല. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും, നിങ്ങളോട് എക്സിനെ കുറിച്ച് ചീത്തയായിട്ട് പറയുമ്പോഴും എനിക്ക് കണ്ടുകൂടാന്നൊക്കെ പറയുമ്പോഴും ഉള്ളിൽ ഈ പേഴ്സൺ എക്സിന് വേണ്ടിയിട്ടാണ്, എക്സിൻ്റെ ആയിട്ടുള്ള റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് ആഗ്രഹിച്ചിരുന്നത്. ഓക്കെ, രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് പോവുകയാണ്. രണ്ടാമത്തേത് നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി. ഒറക്കൽ മെസ്സേജ് നോക്കാം. നിങ്ങൾക്കുള്ള ഈ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഓറക്കൽ മെസ്സേജ് തരണേ ഭഗവാൻ. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. അപ്പോൾ നിങ്ങൾക്കുള്ള കാർഡ് വന്നേക്കുന്നത് സാക്രിഫൈസ് എന്നുള്ള കാർഡാണ് വന്നേക്കുന്നത്. സാക്രിഫൈസ് ഫോർ ദ സേക്ക് ഓഫ് യുവർ ഫാമിലി ഓർ ഗ്രേറ്റർ കമ്മ്യൂണിറ്റി. അപ്പോൾ ഈ സിറ്റുവേഷൻ നിങ്ങൾ ത്യജിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് ത്യജിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെ മനസ്സമാധാനത്തിനും നിങ്ങളുടെ നല്ലതിനും വേണ്ടിയിട്ട് നിങ്ങളിത് ത്യജിക്കണം എന്നാണ് ഓറക്കിൾ മെസ്സേജ് പറയുന്നത്. നമുക്ക് നോക്കാം ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം. നൈറ്റ് ഓഫ് വാൻസ് ആണ്. നൈറ്റ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ വളരെ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. പെട്ടെന്ന് ബോറടിക്കുന്ന, ഒരു കാര്യത്തിൽ നിന്ന് മറ്റു കാര്യത്തിലേക്ക് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഈ പേഴ്സണ് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാണ് ഈ പേഴ്സൻ്റെ എനർജി. കുറച്ചൊരു പ്ലെയർ എനർജിയാണ്, ഫ്ലർട്ടിഷ് എനർജിയാണ്, ഒരു കാര്യത്തിലും സ്ഥിരതയില്ലാത്തൊരു എനർജിയാണ്, കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാത്തൊരു എനർജിയാണ്, നോൺ കമ്മിറ്റഡ് എനർജിയാണിത് കേട്ടോ. ഏറീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ് സോഡിയാക് സൈൻസ്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. പേജ് ഓഫ് കപ്സ് ഭയങ്കര റെസ്റ്റ്ലെസ് ആയ എനർജിയാണ്, വളരെ ഇമ്മച്യൂർഡാണ്, പണത്തിൻ്റെ പുറകെയാണ് പായുന്നത്. പുതിയ ഓഫേഴ്സ്, എപ്പോഴും പുതിയ ഓഫേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കും. വളരെ സ്ട്രെസ്സാണ്, റെസ്റ്റ്ലെസ് ആണ് ഈ പേഴ്സൺ കേട്ടോ. അപ്പോൾ എപ്പോഴും ഒന്നിൻ്റെ പുറകെ, എന്തിൻ്റെങ്കിലും പുറകെ പാഞ്ഞുകൊണ്ടിരിക്കണം. ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റില്ല ഈ പേഴ്സണ്. അപ്പോൾ അതാണ് എനർജി ഇവിടെ. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വാരിയസ്, ലിബ്ര, ജെമിനായി, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എല്ലാവരും ഉണ്ട് ഇവിടെ, ഒറ്റ ഇതിനകത്ത്. ഓക്കെ, നമുക്ക് നോക്കാം ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്. ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്. പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്. പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്. കുറേ കാർഡ്സ് വന്നിട്ടുണ്ട്, എല്ലാം കൂടെ എടുക്കാൻ പറ്റില്ല. നമുക്ക് ഒന്നും കൂടെ ഷഫിൾ ചെയ്ത് നോക്കാം. ഇവിടെ അൺഫെയർ ആണ് ഈ പേഴ്സൺ. ആരോടും ഫെയറായിട്ട്, ഫെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യായമായിട്ട് പെരുമാറുക ഒരാളോട് അല്ലേ, ഒരു മര്യാദയുണ്ട് നമ്മൾ പെരുമാറുമ്പോൾ. ഈ പേഴ്സൺ അങ്ങനെ മര്യാദയൊന്നുമില്ല. ഈ പേഴ്സൻ്റെ സ്വന്തം കാര്യം, ഇപ്പോൾ ഇവിടെ നല്ലത് തോന്നിയാൽ ഇവിടെ നിൽക്കും, അപ്പുറത്താണ് നല്ലത് നോക്കിയാൽ അങ്ങോട്ട് പോകും.
റെസ്പോൺസിബിലിറ്റി ഒന്നും എടുക്കുന്ന ഇഷ്ടമല്ല, മനസ്സിലായോ? ഡിപ്പെൻഡബിൾ അല്ല, ആരെയും അഗാധമായിട്ട് സ്നേഹിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഈ പേഴ്സൺ. ലവേഴ്സ് റിവേഴ്സാണ്, 10 ഓഫ് വാൻഡ്സ് റിവേഴ്സാണ്, അതുപോലെ തന്നെ ജസ്റ്റിസ് റിവേഴ്സാണ്. കുറച്ച് കള്ളത്തരമുള്ള, ഒരു കാര്യത്തിലും ന്യായമോ മോറൽ സപ്പോർട്ട്, മോറൽ ആയിട്ടുള്ള കാര്യങ്ങളോ എത്തിക്സോ ഒന്നും നോക്കാത്തൊരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ. ഈ സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ. സെൽഫ് ലവ് ആണ്, സെൽഫിഷ്നെസ് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്റ്റ് സെൽഫിഷ്നെസ് ആണ്. അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പിലും ഹാർമോണിയസ്, വളരെ ഹെൽപ്ഫുള്ളായിട്ടോ സന്തോഷത്തോടെ നിൽക്കാൻ ഈ പേഴ്സണ് പറ്റില്ല. എന്നുവെച്ചാൽ ഈ പേഴ്സണെ ഒരു സ്ഥിരതയില്ല എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ അതേ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ അതാണ് സിറ്റുവേഷൻ. ലവേഴ്സ് ആരെയും അഗാധമായിട്ട് സ്നേഹിക്കാൻ പറ്റാത്തൊരു എനർജിയാണിത്. ഒട്ടും കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാത്തൊരു എനർജിയാണ് കേട്ടോ. മൈൻഡ് ഗെയിംസ് കളിക്കുന്ന എല്ലാം എനർജിയാണ്. പിന്നെ ഭയങ്കര റൂഡായിട്ട് സംസാരിക്കുന്ന, വളരെ ഡയറക്റ്റായിട്ട് സംസാരിക്കുന്ന ഒരു എനർജിയാണ്. സിറ്റുവേഷൻ നിർത്തിയിട്ട് ഒറ്റ പോക്ക് പോവുകയാണ്, അബാൻഡൺ ചെയ്യുന്ന സിറ്റുവേഷനാണ്. അതുപോലെ തന്നെ സ്നീക്കിയാണ് ഈ പേഴ്സൺ. സ്നീക്കി എനർജിയാണ്. അത്ര ജ്ഞാനമൊന്നുമില്ല, അപ്പോഴത്തേക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു എനർജിയാണിത്. ഫ്യൂച്ചർ പ്ലാനിങ് ഒന്നുമില്ല, കുറ്റബോധമില്ല, അങ്ങനത്തെ ഒരു എനർജിയാണ്. ആ ഒരു എനർജിയിലാണ് ഇപ്പോൾ പേഴ്സൺ. ഇത് ടോറസ്, അക്വേറിയസ്, സ്കോർപ്പിയോ, വെർഗോ, പൈസസ് ആണ്. ഈ പേഴ്സൺ ആരെയും സ്നേഹിക്കാൻ പറ്റില്ല. നിങ്ങൾ മെഴുകുതിരി പോലെയാവും. ഈ പേഴ്സണിന് വേണ്ടി ഉരുകി നിങ്ങൾ തീരും. അതുകൊണ്ടാണ് നിങ്ങളോട് ഇത് റിലേഷൻഷിപ്പ് സാക്രിഫൈസ് ചെയ്യാൻ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നാളെ തിരിച്ചു വരും, ഈ പേഴ്സണെ ആരും സ്വീകരിക്കില്ല, പക്ഷെ എനിക്ക് വേണം. ഇതൊക്കെ കേൾക്കാൻ രസമാണ്, പറയാൻ രസമാണ്, പക്ഷെ അതിൽ കൂടെ ജീവിക്കുക മണ്ടത്തരമാണ്, വളരെ വേദനാജനകവുമാണ്. അപ്പോൾ എന്താണ് നിങ്ങളോടുള്ള ഫീലിങ്സ്? 10 ഓഫ് പെൻറ്റക്കിൾസ്. റിക്കൺസിലിയേഷൻ നിങ്ങളായിട്ട് ആഗ്രഹിക്കുന്നില്ല ഈ പേഴ്സൺ കേട്ടോ. നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ വല്ലതും ആണോ ഇത്? അങ്ങനെയാണല്ലോ കാണിക്കുന്നത്. ഇത് വളരെ സന്തുഷ്ടമായ ഒരു ഫാമിലിയിൽ നിന്നാണ് ഈ പേഴ്സൺ പോയിരിക്കുന്നത്, സിറ്റുവേഷനിൽ പോയിരിക്കുന്നത്. പക്ഷെ നിങ്ങളോട് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ടവർ മൊമെൻ്റ് ആണ് ഈ പേഴ്സൺ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുമായിട്ടൊരു ടവർ മൊമെൻ്റ് ഉണ്ടായിട്ടാണ് ഈ പേഴ്സൺ പോയിരിക്കുന്നത്, മനസ്സിലായോ? നിങ്ങൾ ഒരു ടവർ മൊമെൻ്റ് ഉണ്ടാക്കുന്ന എനർജിയാണെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഈ പേഴ്സൺ ആണ് ടവർ മൊമെൻ്റ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ പേഴ്സൺ സൗകര്യപൂർവ്വം കുറ്റങ്ങൾ നിങ്ങളുടെ മുതുകത്തേക്കാണ് വയ്ക്കുന്നത്. വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. നിങ്ങളാണോ ബിസിനസ് നടത്തുന്നത്? നിങ്ങൾ നല്ല പണവും പ്രതാപവും ഉള്ളൊരു ഫാമിലിയിൽ നിന്നാണ് ഈ പേഴ്സൺ പുറത്തേക്ക് പോയേക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു മദർ ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കുട്ടികളൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ ആണിത്. അതിൽ നിന്നാണ് ഈ പേഴ്സൺ ഇറങ്ങി പോയേക്കുന്നത്. കുറച്ച് വയലൻ്റ് ആയ പേഴ്സണാണ്. ഒരു തരത്തിലും ഇരിക്കാൻ മീൻസ് ഒരു സ്ഥലത്തും ഉറച്ചിരിക്കാൻ പറ്റാത്തൊരു എനർജിയാണ്. വളരെ ഫ്ലർട്ടിഷാണ്, വളരെയധികം എക്സ്ട്രാ മാച്ച് റിലേഷൻഷിപ്പുള്ള എനർജിയാണിത്. സ്വരമയോടെ പോകാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങളുടെ കൂടെ കുറേ നാൾ നിന്നത് നിങ്ങൾ ഈ പേഴ്സൻ്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാതിരുന്നത് കൊണ്ട് മാത്രമായിരിക്കാം, മനസ്സിലായോ? ഇപ്പോൾ കണ്ടുപിടിച്ചു, വലിയൊരു പ്രശ്നമായി. ചിലപ്പോൾ നിങ്ങൾക്ക് ബ്രദേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാകും, ബന്ധുക്കളെല്ലാം പ്രശ്നമൊക്കെ ഉണ്ടാക്കണം. ഈ പേഴ്സൻ്റെ സ്വഭാവം അറിഞ്ഞപ്പോൾ എന്നായാലും കള്ളത്തരങ്ങൾ പുറത്തു വരുമല്ലോ. അപ്പോൾ ഒരു വലിയൊരു ടവർ മൊമെൻ്റ് ഉണ്ടായിട്ടുണ്ടാവാം. ഈ സ്റ്റാറിനെ, റിവേഴ്സ് സ്റ്റാറിനെ ക്ലാരിഫൈ ചെയ്യുന്ന സ്റ്റാർ തന്നെയാണ്. അപ്പോൾ ഈ പേഴ്സൺ തിരിച്ച് വന്നാൽ പ്രശ്നങ്ങളാവുമെന്നറിയാം. അതുകൊണ്ടാണ് ഈ പേഴ്സൺ നോ കോൺടാക്റ്റിൽ ഇരിക്കുന്നത്. കാരണം വന്നിട്ട് കാര്യമില്ല. ഒരു ഭർത്താവായിട്ടോ ഒരു ഭാര്യയായിട്ടോ ജീവിക്കാനുള്ള ഒരു അച്ഛനോ അല്ലെങ്കിൽ ഒരു അമ്മ, നല്ലൊരു അമ്മയായിട്ടോ ജീവിക്കാനുള്ള കപ്പാസിറ്റി പേഴ്സൺ ഇല്ല. അപ്പോൾ ഈ പേഴ്സൺ അതുകൊണ്ടാണ് ഇറങ്ങിപ്പോയത് നിങ്ങളുടെ ലൈഫിൽ നിന്ന്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ പേഴ്സണ് ഒരു റീകൺസിലിയേഷൻ വേണ്ടാന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇടയ്ക്ക് നിങ്ങളോട് റീകൺസൈൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ഇത് വേണ്ടാന്ന് വെക്കുന്നതാണ് നല്ലത് എന്ന് തന്നെയാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെ ഡിസിഷൻ എടുത്തിട്ടില്ല, ഇത് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യണോ എന്ന് തീരുമാനം എടുത്തിട്ടില്ല ഈ പേഴ്സൺ. ഈ ഒരു ജഡ്ജ്മെൻറ്റ് ഇവിടെ ഒരു എന്താ പറയുക, ടവറും കാണിക്കുന്നുണ്ട്, ജഡ്ജ്മെൻറ്റും കാണിക്കുന്നുണ്ട്. എന്തോ ഒരു അന്തിമ തീരുമാനം ഈ പേഴ്സൺ എടുക്കും നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള.
അത് പക്ഷേ ഇതുവരെ എടുത്തിട്ടില്ല, നിങ്ങളുമായിട്ട് ഡിസ്കണക്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇത് പോകുന്നത് ഒരു ടവറിലേക്കാണ്. ഈ പേഴ്സൺ എന്തായാലും ഇത് വേണ്ടാന്ന് വെക്കണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിൽ കാര്യങ്ങൾ അത്രയും വഷളായിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് തിരിച്ചിനി വന്നിട്ട് കാര്യമില്ല എന്നൊരു ബോധം ഈ പേഴ്സൺ ഉണ്ട്. ഇവിടെ സ്കോർപിയോ സ്ട്രോങ് ആണ്, ലിയോ ഉണ്ട്, പൈസസ് ഉണ്ട്, അക്വാരിയസ് സ്ട്രോങ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നത് നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ്. ഇനി നോ കോണ്ടാക്റ്റിൽ ഇരിക്കാനുള്ള കാരണം എന്താണ്? ഇവിടെ നിങ്ങളോട് സ്നേഹമൊന്നും കാണിച്ചില്ല. പക്ഷെ നിങ്ങൾ ഒരു അമ്മയോ അച്ഛനോ ആണ്, ഈ പേഴ്സൻ്റെ മക്കളുടെ അമ്മയോ ഈ പേഴ്സൻ്റെ മക്കളുടെ അച്ഛനോ ആണ്. ആ ഒരു ചിന്തയുണ്ട്. പക്ഷെ നിങ്ങൾ ഈ പേഴ്സണെ സപ്പോർട്ട് ചെയ്തില്ല എന്നൊരു ചിന്തയുണ്ട് ഈ പ്രശ്നത്തിൻ്റെ ഇടയിൽ. മനസ്സിലാവണോ? അപ്പോൾ എന്താണ് ഈ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നോ കോണ്ടാക്റ്റിൽ ഇരിക്കുമ്പോൾ ഈ പേഴ്സൺ ഡിസിഷൻ എടുക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഡിസിഷൻ എടുക്കുമ്പോൾ അവിടെ ഒരു എന്താ പറയുക, ഒരു ഒരു മുൻപിൻ നോക്കാതെ ഡിസിഷൻ എടുക്കുക എന്ന് പറയില്ലേ, എല്ലാ കാര്യങ്ങളും വരാതെ ഇരുന്ന് ചിന്തിച്ച് നമ്മളൊരു തീരുമാനം എടുക്കുന്നതും, നമ്മളൊരു റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞ് നമ്മൾ വഴക്കിട്ടാൽ തന്നെ നേരെ കാണുമ്പോൾ നമുക്ക് ആ വഴക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അതേസമയം നമ്മൾ ആ വഴക്കിൽ നിന്ന് വിട്ടുമാറി ആ പേഴ്സണെ ഫേസ് ചെയ്യാൻ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ സുഖമാണ്, എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എടുക്കാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സണ്. ഈ പേഴ്സൺ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നത് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡിസിഷൻ എടുക്കാൻ അൺബയസ്ഡ് ആയ ഡിസിഷൻ, മനസ്സിലായി? മീൻസ് ഉറച്ചൊരു തീരുമാനം എടുക്കണം. നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ പേഴ്സൺ ആ തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പോൾ പേഴ്സണ് നിങ്ങളോട് ചിലപ്പോൾ മനസ്സുകൊണ്ടൊരു സിമ്പതിയോ സ്നേഹമോ, പക്ഷെ സ്നേഹം ഇവിടെ കാണിക്കുന്നില്ല, ഉണ്ട്, ഇവിടെ വരുന്നുണ്ട്. ഫാദർ ഓഫ് കപ്സ് നിങ്ങളോട് ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. പക്ഷേ മൊത്തം അഭിനയമായിരുന്നു. ആ പേഴ്സൻ്റെ സ്വഭാവമേ അതല്ല. നിങ്ങളുടെ മുമ്പിലാകുമ്പോൾ ഈ പേഴ്സൺ എക്സ്ട്രാ ഡീസൻ്റ് ആയിരുന്നു. എന്താ പറയുക, ഈ പേഴ്സൻ്റെ ചീത്ത സ്വഭാവം എല്ലാം കംപ്ലീറ്റ്ലി മറച്ചു വെച്ചിട്ടാണ് നിങ്ങളുടെ കൂടെ ജീവിച്ചത്. പക്ഷേ ഏതൊരു ദുർബല നിമിഷത്തിൽ അത് എല്ലാവരും അറിയാനിടയായി, അതുവഴി നിങ്ങൾ അറിയാനിടയായി. അപ്പോഴാണ് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായി. പിന്നെ നിങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റില്ല ഈ പേഴ്സൺ, ഇനി നിങ്ങളുടെ മുമ്പിൽ വരാൻ പറ്റില്ല. മനസ്സിലായി? അപ്പം നിങ്ങളുടെ വാക്കുകളും നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നതും ഈ പേഴ്സണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ വെറുക്കുന്നു എന്ന് തന്നെയാണ് ഈ പേഴ്സൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നോ കോണ്ടാക്റ്റിലിരിക്കുന്നത്. നിങ്ങളോട് വന്നിട്ട് സോറി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതിന് എല്ലാ തെളിവോടും കൂടിയാണ് ഈ പേഴ്സൺ പിടിക്കപ്പെട്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒന്നും പറയാനില്ല. വളരെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് സിറ്റുവേഷനിൽ. ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരുന്നതിൽ ഈ പേഴ്സണ് വലിയ റിഗ്രറ്റ് ഉണ്ട്. പക്ഷേ ഇത് എടുത്തേ മതിയാവൂ എന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ പക്ഷേ ആ ഡിസിഷൻ എടുക്കാൻ വേണ്ടി നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല. വഴക്കാവും, ബഹളമാവും, കരച്ചിലാവും. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ അകന്ന് നിൽക്കുന്നത്. ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ് ഈ പേഴ്സൺ. സാജിറ്റേറിയസ് ആണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നത്? പേഴ്സൺ എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നത്? അപ്പോൾ ചിലപ്പോൾ ഈ പേഴ്സൺ കുറേ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് നോ കോണ്ടാക്റ്റ് ഇരുന്നിട്ട് ഒരു ഡിസിഷൻ എടുക്കാനുണ്ട്. അപ്പോൾ ഡിസിഷൻ ഈ പേഴ്സൻ്റെ ചിലപ്പോൾ കളങ്കപ്പെട്ട പേര് തിരിച്ചെടുക്കാനുള്ള ഒരു പ്ലാൻ ആയിരിക്കാം. കാരണം ഈ അബാൻഡൻ ചെയ്ത സിറ്റുവേഷൻ തിരിച്ചു പിടിക്കണമെന്ന് ഈ പേഴ്സൺ ആണ്. തൽക്കാലത്തേക്ക് നോ കോണ്ടാക്റ്റിൽ പോയി കാണും, ഒരു ഡിസിഷൻ എടുക്കണം. അത് ഈ പേഴ്സൺ പണം തിരിച്ചു വേണം, നിങ്ങളുടെ സ്നേഹം തിരിച്ചു വേണമെന്ന്, 2 of Cups തിരിച്ചു വേണം, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു വേണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള ആക്ഷനാണ് എടുക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് പേഴ്സണ് കുറേ ആക്ഷൻസ് വേറെ എടുക്കാനുണ്ട്. ഇതെല്ലാം ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം കാരണം കളങ്കപ്പെട്ട സൽപ്പേര് തിരിച്ചു പിടിക്കണം. ഈ പേഴ്സണെ കൊണ്ട് നഷ്ടമുണ്ടായിരിക്കുന്ന കാര്യങ്ങളെല്ലാം തിരിച്ചു പിടിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ പേഴ്സൺ അകന്ന് നിൽക്കുന്നത്. ഇവിടെ ഒരു 2 of Cups കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ളത് വളരെ ഒരു എന്താ പറയുക, ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ പോലെയാണ് ഈ പേഴ്സൺ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ
നിങ്ങളെ എത്ര ട്രൈ ചെയ്തിട്ടും നിങ്ങളെ മറക്കാനോ വെറുക്കാനോ ഈ പേഴ്സണ് പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും ഈ പേഴ്സൺ കുറേ ട്രൈ ചെയ്തിട്ടുണ്ടാവാം ഇവിടുന്ന് വിട്ടു പോകാനായിട്ട്, പക്ഷെ പറ്റുന്നില്ല കേട്ടോ. ഈ പേഴ്സണിൻ്റെ കാര്യം നിങ്ങൾ അറിഞ്ഞതിൽ ഈ പേഴ്സണ് വളരെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടാവും. അപ്പോൾ പാസ്റ്റിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും, ഉഴപ്പായിരിക്കാം, എല്ലാം ആയിരിക്കാം ഈ പേഴ്സൺ. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്. മനസ്സിലാവും? എല്ലാം നഷ്ടപ്പെട്ട ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതെങ്കിലും തിരിച്ചു പിടിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ്. അതാണ് നെക്സ്റ്റ് ആക്ഷൻ. പക്ഷെ അതിന് കുറേ സമയമെടുക്കും. നിങ്ങളോട് ഈ പേഴ്സൺ ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആണെന്നാണ് കാണിക്കുന്നത് കേട്ടോ. മറ്റുള്ളവരോട് എങ്ങനെയൊക്കെ പെരുമാറിയാലും നിങ്ങളുടെ കാര്യം വരുമ്പോൾ കുറച്ചും കൂടെ പ്രൊട്ടക്റ്റീവാണ്. പക്ഷേ പ്രശ്നം ഉണ്ടായപ്പോൾ നിങ്ങൾ ഈ പേഴ്സണോട് റിയാക്ട് ചെയ്തത് ഈ പേഴ്സണ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അത് നല്ലൊരു കാര്യത്തിനായിരിക്കാം. അതുകൊണ്ടാണല്ലോ ഈ പേഴ്സണൊരു മാനസാന്തരം വരുന്നത് അല്ലേ. അപ്പോൾ വെയിറ്റ് ചെയ്ത് കാണുക എന്താ ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ റീഡിങ്, സാജിറ്റേറിയസ്. ബാക്കി സോഡിയക് സൈനൊക്കെ ഞാൻ പറഞ്ഞതാണ്. സ്കോർപ്പിയോ, ലിയോ, ഓക്കെ. അപ്പോൾ അത് സാക്രിഫൈസ് ചെയ്യണം എന്നാണ് നിങ്ങളോട് പറയുന്നത്. എന്താണ് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാൻ പറ്റും, എനിക്കറിയില്ല. അത് ഈ റിലേഷൻഷിപ്പാണോ അതോ ഈ നിങ്ങൾക്കിപ്പോൾ ഉള്ള ഫീലിങ്സ് എന്ന് വെച്ചാൽ വളരെ സങ്കടം, വളരെ ഹേർട്ടായിട്ടുള്ള ഒരു ഫീലിംഗ്, ഹാർട്ട് ബ്രേക്ക്, ഇതാണോ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടത്? എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിക്കുക. ഓക്കെ. അപ്പം നമുക്ക് മൂന്നാമത്തെ റീഡിങ്ങിലേക്ക് പോവാം. മൂന്നാമത്തെ സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സൺ നോ കോൺടാക്റ്റിൽ ഇരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാനേ ഓം നമഃ ശിവായ, 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 Shivaya, Om Namah Shivaya, Om Namah Shivaya, Om Namah Shivaya. ഓക്കെ. ഇവിടെ പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് ഹാർനസ് ദ പവർ ഓഫ് രുദ്രമന്ത്ര. ഈ രുദ്രമന്ത്രം കൊണ്ട് നമ്മളുടെ ഏത് ആഗ്രഹവും സാധിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഈ രുദ്രമന്ത്രം ഇതിനകത്ത് പറയുന്നത് ഓം നമോ ഭഗവതേ രുദ്രായ, ഇതാണ്. അപ്പോൾ അത് മറ്റു മതങ്ങളിൽ പെടുന്നവരാകുമ്പോൾ നിങ്ങൾ എന്താണ് പ്രാർത്ഥിക്കുന്നത് അത് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് വേണം. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ആഗ്രഹ സാധ്യത്തിന് എല്ലാം സാധിച്ചു തരുന്ന ദൈവങ്ങളാണ്, നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ അതിയായിട്ട് ആ കാര്യത്തിനെക്കുറിച്ച് ആഗ്രഹിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഒരു പാട്ടില്ലേ, കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ എന്ന്. അതാണ് സിറ്റുവേഷൻ. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി, വേൾഡ് എന്ന് പറഞ്ഞ കാർഡ് വന്നു കഴിഞ്ഞാൽ ഇത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, രണ്ടുപേരും രണ്ട് രാജ്യങ്ങളിലുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഒരാൾ എബ്രോഡ് വർക്ക് ചെയ്യുന്ന ഒരാളാവാം, ഒരാൾ കണ്ടിന്യൂസ് ട്രാവൽ ചെയ്യുന്ന ഒരു എനർജി ആവാം. അതുപോലെ തന്നെ ഒരു സൈക്കിളിൻ്റെ അവസാനം ഒരു സർക്കിൾ, അത് കൂട്ടിമുട്ടുക, അവസാനം, അതാണല്ലോ. അപ്പോൾ അതാണ് കാണിക്കുന്നത് ഇവിടെ. വേൾഡ് കാർഡ്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, എല്ലാ ഫിക്സ്ഡ് സൈൻസുമാണ് ഇതിൽ കാണിക്കുന്നത്. Four of Cups, 5 of Wands ആണ്.
4 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇതൊരു പ്രത്യേക സിറ്റുവേഷൻ അവസാനിച്ചു, മനസ്സിലായി. 5 ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ, ഫൈറ്റിംഗ്, ഏത് നേരവും അടിപിടി, ഏത് നേരവും ഒരാൾ മറ്റേയാളെക്കാളും ബെറ്റർ ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു ഇത്. 4 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിലാണ് അത് കാണിക്കുന്നത്. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ നടന്ന കാര്യങ്ങൾ അവലോകനം ചെയ്യുന്ന ഒരാൾ, മനസ്സിലായോ. പക്ഷേ ഈ നടന്ന കാര്യങ്ങളെക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പുതിയ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴും പുതിയ കാര്യങ്ങൾ നടക്കുമ്പോഴൊന്നും നമുക്കത് മനസ്സിലാകുന്നില്ല. നമ്മൾ പാസ്റ്റിൽ ജീവിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ്. പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്ന, വഴക്കുകളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു എനർജിയാണിത്. ഒരു സൈക്കിൾ, ഒരു ഫേസ് അവസാനിച്ചു, പക്ഷെ അത് പേഴ്സണ് മനസ്സിലായിട്ടില്ല. ആ സിറ്റുവേഷനെ വിട്ട് കളയുന്നില്ല ഈ പേഴ്സൺ, കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, പിന്നീട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ. ഇനി നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, നമ്മളത് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? Betrayal, deception, acting strategically, trickery, magician, manifestation, Queen of Wands. ഈ 3 കാർഡാണ് കിട്ടിയിരിക്കുന്നത്. Queen of Wands തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് കാണിക്കും ചില സമയത്ത്. അപ്പോൾ ഇവിടെ ഒരു ബിട്രയൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലുള്ള ഇപ്പോൾ ഉള്ള ആളാണോ ഈ പേഴ്സണെ പറ്റിച്ചത്, അത് ഈ പേഴ്സൺ തിരിച്ചു കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ട്. ഇത് നിങ്ങളാവാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആവാം. ചിലപ്പോൾ നിങ്ങളായിരിക്കാം തേർഡ് പാർട്ടി. പേഴ്സൻ്റെ കറണ്ട് റിലേഷൻഷിപ്പ് വേറെ ആരോ ഉണ്ട്. അപ്പോൾ എന്തായാലും പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യാനാണ് ഈ ആളെ, ക്വീൻ ഓഫ് വാൻസിനെ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു എൻഡിലേക്ക് പോയിട്ടുണ്ട്. ഈ പേഴ്സൺ ഇതിനെക്കുറിച്ച് തന്നെ ഓർത്തിരിക്കുന്നത്, എങ്ങനെ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാം, ഇതാണ് ഈ പേഴ്സൺ ആലോചിക്കുന്നത്, കേട്ടോ. ഈ തേർഡ് പാർട്ടി നിങ്ങളായിട്ടാണ് കാണിക്കുന്നത്. ഈ പേഴ്സൻ്റെ റിലേഷൻഷിപ്പ് ഇപ്പോൾ കറൻ്റ്ലി ഈ പേഴ്സൺ ആരോടോ റിലേഷൻഷിപ്പാണ്. അപ്പോൾ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അത് സ്നീക്കി ആയിട്ടാണ് നോക്കുന്നത്. ഇതാരും അറിയാൻ പാടില്ല എന്നൊരു ചിന്ത ഈ പേഴ്സൺ ഉണ്ട്. അപ്പോൾ ആരും അറിയാതെ ലവേഴ്സും സ്ട്രെസ്സും, നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് ഈ പേഴ്സൺ ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് ക്ലാരിറ്റി വേണം, നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേഷൻ വേണം, നിങ്ങളായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം. അതിന് റിസ്ക് എടുക്കാൻ പോവുകയാണ് ഈ പേഴ്സൺ. പക്ഷേ അത് സ്നീക്കി ആയിട്ട് വേണം. അത് ഈ പേഴ്സൻ്റെ കറണ്ട് പാർട്ട്ണർ അറിയാൻ പാടില്ല, മനസ്സിലായോ. അപ്പോൾ കാരണം കറണ്ട് പാർട്ട്ണർ ഇതിനെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഫൈറ്റിംഗ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ സിറ്റുവേഷൻ, നിങ്ങളായിട്ടുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ മാറണമെന്നാണ് ഈ പേഴ്സൺ ആലോചിക്കുന്നത്, കേട്ടോ. അപ്പോൾ നിങ്ങളിവിടെ ഒരു തേർഡ് പാർട്ടി ആണ്. നിങ്ങളെതിരായിട്ടുള്ള റിലേഷൻഷിപ്പ് പിന്നെ തുടങ്ങണം എന്ന് തന്നെയാണ്. ഇപ്പോൾ ഒരു നോ കോൺടാക്റ്റിലാണ്. അപ്പം തിരിച്ചു കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്ന ഈ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളുമായിട്ട് പേഴ്സൺ അടിയുണ്ടായി, ചിലപ്പോൾ കമ്മിറ്റ്മെൻറ്റ് തരാതിരുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ ഈ പേഴ്സണ് കമ്മിറ്റ്മെൻറ്റ് തരാൻ പറ്റില്ല, കാരണം ഓൾറെഡി വേറൊരാൾ റിലേഷൻഷിപ്പിലുണ്ട്. ഇവിടെ ജെമിനായി, അക്വേറിയസ്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, ജെമിനായി സ്ട്രോങ് ആണ് ഇവിടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ള ശരിക്കുമുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? നിങ്ങളോട് ഈ പേഴ്സൺ ഇപ്പോഴുള്ള ഫീലിങ്സ് എന്താണ്? ഭയങ്കര പൊസസീവാണ് ഈ പേഴ്സൺ. ഇവിടെ നിന്ന് നിങ്ങളോട് നോ കോൺടാക്റ്റിലാണല്ലോ, നിങ്ങളെ അബാൻഡൻ ചെയ്തതാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഈ പേഴ്സൺ. പക്ഷേ നിങ്ങൾക്ക് വീണ്ടും ലവ് ഓഫർ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അബാൻഡൻ ചെയ്തിട്ടുണ്ട്, ഇമോഷണലി കംപ്ലീറ്റ് ആയിട്ട് ഡിറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ പേഴ്സൺ ഭയങ്കര പൊസസീവാണ്, കേട്ടോ. അപ്പോൾ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നിങ്ങളെ അബാൻഡൻ ചെയ്തേക്കുന്നത്. അത് നിങ്ങൾക്ക് തിരിച്ച് ലവ് ഓഫർ ചെയ്യാനായിട്ട് ഈ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നുണ്ട്. നോ കോൺടാക്റ്റിൽ ഇരിക്കുന്നത് അതിന് വേണ്ടിയിട്ടായിരിക്കാം. നമുക്ക് ചോദിച്ചു നോക്കാം. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഗ്രോത്ത് വേണമെന്നാണ് ഈ പേഴ്സൺ. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എപ്പോഴും ഉണ്ടാവണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ
എപ്പോഴും വേണം, ലൈഫ് ലോങ് വേണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ഈ പേഴ്സൺ ഭയങ്കര ഡിഫെൻസീവാണ്. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ ഭയങ്കര തലവേദനയായിട്ട് ഈ പേഴ്സൺ മാറി. അപ്പോൾ നിങ്ങൾക്കൊരു ഓഫർ തരും ഈ പേഴ്സൺ. പക്ഷെ അതിന് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതാണ് കാണിക്കുന്നത്. ലവ് ഓഫറാണ് വരാൻ പോകുന്നത്, പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും നല്ലോണം. ഇവിടെ ഒരു ഗ്രോത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു റീകൺസിലിയേഷനും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങളോടുള്ള ഫീലിങ്സ്. ലവ് ഓഫറാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് കേട്ടോ. താഴെ വെച്ചാൽ മതി, ഞാൻ വന്നെടുത്തോളാം. അപ്പോൾ അടുത്ത ചോദ്യം നമ്മൾ ചോദിക്കാൻ പറ്റുന്നത്, ഇവർ ലോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നത് കൊണ്ടുള്ള, അവിടെ ഞാൻ മമ്മിയോട് പറഞ്ഞാണ് കേട്ടോ, താഴെ എന്ന് പറഞ്ഞ, സോറി. അപ്പോൾ ഇവിടെ ഒരു ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ലവ് ഓഫർ തരണം. അപ്പോൾ നിങ്ങളോട് ഇപ്പോഴും സ്നേഹമുണ്ട്. എല്ലാം ഇപ്പോൾ കാണിക്കുന്നത് മുഴുവൻ അഭിനയമാണ്. എന്ന് വെച്ചാൽ നിങ്ങളോട് സ്നേഹമില്ല, നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നില്ല. അതെല്ലാം കറണ്ട് പേഴ്സണെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണിത് ഈ പേഴ്സൺ കേട്ടോ. സ്കോർപിയോ, ടോറസ്, ലിബ്ര, ഇത്രയുമാണ് സോഡിയാക് സൈൻസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഈ ലോ കോൺടാക്റ്റിൽ ഇരിക്കുന്നത് കൊണ്ട് ഈ പേഴ്സൺ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഏറീസ് സോഡിയാക് സൈൻ ആണ് ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത്. ക്വീൻ ഓഫ് പെന്റിക്കിൾസ്, പിന്നെ 9 ഓഫ് കപ്സ്. ഓക്കെ, അപ്പോൾ ഈ സിറ്റുവേഷന് ഈ പേഴ്സൺ എന്തിനാണ് ഈ നോ കോൺടാക്റ്റിൽ ഇരിക്കുന്നതെന്ന് വെച്ചാൽ, ഇത് ഒരു എംപററാണ്. എംപറർ എന്ന് പറഞ്ഞാൽ വളരെ റെസ്പെക്റ്റ്ഫുള്ളായ നല്ല പൊസിഷനിലുള്ള ചക്രവർത്തിയാണ് അത്. അപ്പോൾ ഈ പേഴ്സണ് സൽപ്പേരുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ ഈ പേഴ്സണെ റെസ്പെക്റ്റ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ടൊരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത് വലിയൊരു പ്രശ്നമാകും, ആകെ നാണക്കേടാവും. മനസ്സിലായി? കാരണം കറണ്ട് പാർട്ട്ണർ ഉണ്ട്, അവരിത് അറിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ പേഴ്സൺ നോ കോൺടാക്റ്റിൽ ഇരിക്കുന്നത് നിങ്ങളുമായിട്ട്. അതുപോലെ നിങ്ങളെ കാണുന്നത് വളരെ കെയറിങ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെ ഈ പേഴ്സൺ നിങ്ങൾക്കൊരു, കാരണം നിങ്ങൾ അങ്ങനെ ഫൈറ്റ് ഒന്നും ചെയ്യാത്തൊരു എനർജിയാണ്. അപ്പം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നാണ് ഈ പേഴ്സൻ്റെ ഉദ്ദേശം. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വിഷ് കം ട്രൂ ആണ്. ഈ പേഴ്സൺ എന്നും ആഗ്രഹിച്ചിരുന്നത് നിങ്ങളെ പോലത്തെ ഒരാളുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അവസാനം അത് വന്നു കിട്ടിയതാണ് ഈ പേഴ്സണ്. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ തൽക്കാലത്തേക്ക് നോ കോൺടാക്റ്റിൽ ഇരിക്കുന്നത് ഈ റിലേഷൻഷിപ്പ് നശിച്ചു പോകാതിരിക്കാനും നിങ്ങൾ തമ്മിലൊരു പ്രശ്നം ഇല്ലാകാതിരിക്കാനും ആയിട്ട് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ മാരീഡ് ആണ്. ഇപ്പോൾ നിങ്ങൾ ക്വീൻ ഓഫ് പെന്റക്കിൾസ് ആയിട്ട് കാണുമ്പോൾ നിങ്ങൾ ജോലിയുള്ള, വീടും ജോലിയും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന വളരെ ശാന്ത സ്വഭാവമുള്ള ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. ഒരു അമ്മയാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളോട് ഭയങ്കര സ്നേഹമുണ്ട്. അത് തന്നെയാണ് ഈ പേഴ്സണ് ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പോൾ നിങ്ങൾ കറണ്ട് പാർട്ട്ണർ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്നൊരു പേടിയുണ്ട്. കാരണം കറണ്ട് പാർട്ട്ണറിന് അത്ര വലിയ വിവരമില്ലാത്തൊരു, ഇതൊരു എന്താ പറയുക, ഒരു ജ്ഞാനമില്ലാത്തൊരു എനർജി ആയിട്ടാണ്. പബ്ലിക് എന്ന് വെച്ചാൽ എല്ലാം വളരെ, ചിലരുണ്ടല്ലോ വളരെ സട്ടിലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്, വളരെ പബ്ലിക്കായിട്ട് സീനാക്കുന്ന ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ സീനാക്കുന്ന ഒരു എനർജി നിങ്ങളുടെ ഇടയിലുണ്ട്. ആ പേഴ്സൺ സീനാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പതുക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്. പക്ഷേ ഈ പേഴ്സൺ വളരെ സ്ലോ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, വളരെ പ്ലാനിങ്ങോട് കൂടി. അതുപോലെ നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ റിലേഷൻഷിപ്പ് വിട്ട് കളഞ്ഞിട്ടില്ല. നിങ്ങളെ തന്നെയാണ് ഈ പേഴ്സണ് വേണ്ടത്. നോ കോൺടാക്റ്റിൽ ഇരിക്കുന്നത് നിങ്ങൾക്കൊരു പ്രശ്നം ഇല്ലാതിരിക്കാൻ. ഇന്നലെ ഞാനൊരു പേഴ്സണൽ റീഡിങ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇതാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ആ പേഴ്സൺ കേൾക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നമ്പറൊന്നും സൂക്ഷിക്കാറില്ല. അതുകൊണ്ട് മീൻസ് സേവ് ചെയ്ത് വെക്കില്ല. അത് കോൺഫിഡൻഷ്യാലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയതുകൊണ്ട്. അപ്പം ഈ വീഡിയോ കാണുന്ന ആൾ കാണുകയാണെങ്കിൽ ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് നോക്കിയത്. അപ്പോൾ ആ ആൾക്ക് വേണ്ടിയിട്ടുള്ള ആ ആൾക്ക് ഇത് റെസനേറ്റ് ചെയ്യാൻ വഴിയുണ്ട്. എന്തായാലും എന്താണ് നെക്സ്റ്റ് ആക്ഷൻ? അപ്പോൾ ഈ പേഴ്സൺ നോ കോൺടാക്റ്റിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെ സ്നേഹിക്കാതിരിക്കുന്നത് കൊണ്ടല്ല, നിങ്ങളെ അതിയായി സ്നേഹിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. എന്താണ് നെക്സ്റ്റ് ആക്ഷൻ? ജഡ്ജ്മെൻറ്റ്. ഈ പേഴ്സൺ റീകൺസൈൽ ചെയ്യും നിങ്ങളായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഓഫർ തരാനും ഈ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നോ കോൺടാക്റ്റിലാണ്, കാരണം വേറെ വഴിയില്ല, സ്റ്റക്കാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സിറ്റുവേഷൻ മാറും. ഈ പേഴ്സണിലെ
എന്താ ആ പ്രൗഡി, ഇപ്പോൾ ഒരു കൺട്രോൾ, മറ്റുള്ളവരായിട്ട് കൺട്രോൾ ചെയ്ത് വെച്ചേക്കാണ് ഈ പേഴ്സൺ. അപ്പോൾ അതിൽ നിന്ന് ഈ പേഴ്സൺ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ്, ബേർത്ത് ആണ് പറയുന്നത്, ഉയർത്തെഴുന്നേൽക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഹാർട്ട് ബ്രേക്ക് ഉണ്ട് ഈ പേഴ്സണ്. നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് ഈ പേഴ്സണ് ഭയങ്കരമായ ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. പക്ഷേ ഈ പേഴ്സൺ 10 ഓഫ് കപ്സ്, ഈ പേഴ്സണ് 10 ഓഫ് കപ്സ് നിങ്ങളാണെന്ന് വെച്ചാൽ ഹാപ്പിനെസ് നിങ്ങളാണ്. നിങ്ങളെ ഈ പേഴ്സണ് അബാൻഡൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ കറണ്ട് പേഴ്സണെ ഈ പേഴ്സൺ അബാൻഡൻ ചെയ്യും, എന്നിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും. അതുവരെ ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യില്ല. കംപ്ലീറ്റ് ആയിട്ട് കറണ്ട് പേഴ്സണെ ഒഴിവാക്കിയതിന് ശേഷം മാത്രമേ ഈ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുള്ളൂ. അപ്പോൾ അതുവരെ നോ കോൺടാക്റ്റ് ആയിരിക്കണം, അതാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത് കേട്ടോ. ഇതാണ് റീഡിങ്. കൊള്ളാം, നല്ല റീഡിംഗ് ആണ്. സ്കോർപിയോ, Virgo, Pisces, Aries, സ്കോർപിയോ, ടോറസ്, ലീബ്ര, ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതോടെ ഞാൻ ഈ റീഡിംഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ഭഗവാൻ തരാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. ഇനി ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, അല്ലെങ്കിലും ടേക്ക് കെയർ. അപ്പോൾ സീ യു, ബൈ ബൈ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക കേട്ടോ.